ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് നിഷേച്ചിൻ്റെയും ബിബിൻ ചേട്ടൻ്റെയും കുഞ്ഞുവാവേൻ്റെ ജെൻഡർ റിവീലിന് പോയാലോ. പക്ഷേ അതിലെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ അവർക്കറിയത്തില്ല കുഞ്ഞുവാവ ഏതാന്ന്, അതറിയുന്നത് ഞങ്ങൾക്കാണ്. ഈ ഡെക്കറേഷനൊക്കെ ഞാൻ ഈ എടുത്തെടുത്ത് കാണിക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡെക്കറേഷൻ ചെയ്തതും ഞങ്ങൾ തന്നെയാണ്. എല്ലാവരും പറഞ്ഞു ഭയങ്കര രസമായിരുന്നു ഡെക്കറേഷൻ. അപ്പോൾ ഇതിൽ നിഷേച്ചിൻ്റെ ആണോ ബിബിൻ ചേട്ടൻ്റെ ആണോ, അതായത് അവർക്ക് രണ്ടുപേർക്ക് ആർക്കാണ് ഗർഭം എന്നുള്ളതിൻ്റെ ഒരു കൺഫ്യൂഷനായിരുന്നു. പിന്നെ ഡെലിവറിയൊക്കെ അവിടെ തന്നെ നിഷേച്ചി എടുത്തു ബിബിൻ ചേട്ടൻ്റെ. അങ്ങനെ ഒരു നല്ല രസമായിരുന്നു കേട്ടോ. അവിടെ നമ്മൾ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്ത് കുറേ ദിവസം മുന്നേ വെയിറ്റ് ചെയ്താണ് ഇങ്ങനെയൊരു ഈ ഒരു മൊമെൻറ്റ്. അത് ഭയങ്കര രസമാണ് കേട്ടോ. നമുക്ക് അയർലൻഡിൽ ഈ 5-ാം മാസത്തെ സ്കാനിങ് കഴിയുമ്പോൾ തന്നെ കുഞ്ഞുവാവ ഏതാണെന്ന് അറിഞ്ഞിട്ട് നമ്മളോടത് പറയും. സാധാരണ നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നുമില്ല. ഇത് കുഞ്ഞുവാവ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അപ്പം അങ്ങനെ കേക്കൊക്കെ വാങ്ങി ആ ഒരു ബ്ലൂ പിങ്ക് കളറിലുള്ള ഡെക്കറേഷൻസ് ആയിരുന്നു. കാരണം അവർക്കറിയത്തില്ലല്ലോ കുഞ്ഞുവാവ ഏതാന്നൊക്കെയുള്ള. കേക്ക് ഒന്നും പറയാനില്ല, ഭയങ്കര രസമായിരുന്നു കേട്ടോ. കേക്ക് അടിപൊളിയായിരുന്നു. എല്ലാവർക്കും ആ ഒരു ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായി. നമ്മുടെ ഇവിടെ തന്നെ ഒരു കേക്ക് ചെയ്യുന്ന കുട്ടിയാട്ടോ ചെയ്ത് തന്നത്. ഭയങ്കര രസമായിരുന്നു. ടേസ്റ്റ് വൈസ് ആണെങ്കിൽ ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവരും അങ്ങനെ ഒരുപാട് ഫാമിലിയൊന്നും വിളിച്ചില്ല. അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു 3-4 ഫാമിലി, അങ്ങനെ എല്ലാവരും കൂടെ ഭയങ്കര രസമായിട്ട് നമ്മൾ ബലൂണും പിന്നെ കേക്കിലും പിന്നെ ഒരു കുഞ്ഞു ബാനറിലൊക്കെ ആയിരുന്നു നമ്മൾ ആ ഒരു സീക്രട്ട് ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ജെൻഡർ റിവീൽ, അതായത് കുഞ്ഞുവാവ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് ആ ഒരു പോയിന്റിൽ നമ്മളത് റിവീൽ ചെയ്തു. പിന്നെ ആൺകുട്ടിയാണ്, മൂത്ത ആൾ പെൺകുട്ടിയാണ്, രണ്ടാമത്തെ ആൺകുട്ടിയും. ഭയങ്കര രസമായിരുന്നു. അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, അത് പറഞ്ഞറിയിക്കാൻ വയ്യ. പിന്നെ ആ ഒരു എന്താ പറയുക എക്സൈറ്റ്മെൻറ്റ് അവർ ഡാൻസിലൂടെയും പാട്ടിലൂടെയൊക്കെ ആയിരുന്നു. ഒരു വശത്ത് ഇവരുടെ വേറെ പരിപാടികൾ, പിന്നെ മറ്റൊരു വശത്ത് ഡാൻസ് പാട്ടൊക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു. പിന്നെ അപ്പം ഈ ഇടയ്ക്കിടയ്ക്ക് ഡെക്കറേഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഭയങ്കര രസമായിരുന്നു. ഡെക്കറേഷൻസ് ആണെങ്കിലും എല്ലാവരും കൂടെ, അതും ആ ഒരു എന്താ പറയുക എല്ലാവരും ഒരേപോലത്തെ ഒരു വൈബായിരുന്നു കേട്ടോ. എല്ലാവരും ഭയങ്കര രസമായിട്ട് ഭയങ്കര ആക്റ്റീവായിട്ട് അങ്ങനെ ഡാൻസൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. അപ്പോഴാണ് ആ ഒരു പിന്നെ എന്താ പറയുക ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി വെക്കുമ്പോഴാണ് എത്രമാത്രം ഡാൻസർമാരും എത്രമാത്രം പാട്ടുകാരൊക്കെ ആ ഒരു പരിപാടിയിലുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഭയങ്കര രസമായിരുന്നു. അതാ അവിടെ എന്താ പറയുക ഒരു പ്രപ്പോസൽ സീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഭയങ്കര രസമായിട്ട് എല്ലാവരും അടിച്ച് പൊളിച്ച് നമ്മൾ ആ പരിപാടി പിന്നെ എന്താ പറയുക ഒരു ഡാൻസൊക്കെ ആയിട്ട് അവസാനം പിന്നെ നമ്മൾ ആ ഒരു എല്ലാവരും കൂടി ഒരു ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് അവർ തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. പിന്നെ പിന്നെ ഫുഡും ഉണ്ടായിരുന്നു, പക്ഷെ ഫുഡിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ.